പണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം? മുണ്ടപ്പടക്കി കുത്തി നിൽക്കും. നമ്മുടെ മണി സഖാവ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഭരണമില്ലെങ്കിലും പോകില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി നിൽക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നേരത്തെയും മനസ്സിലായി കാണണം. അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്കും മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. തലേ ദിവസം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ആ പ്രൊഫൈലിൽ നിന്നൊക്കെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഭാഗം മാറ്റിയിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ മാറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ഈ റിസൾട്ട് സെൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇനി അഥവാ ഒരു പക്ഷേ നേരിയ മാർജിനെങ്ങാനും അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് 72 73 സീറ്റിന് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനെങ്ങാനും ഭരണ തുടർച്ചയുണ്ടായാലോ എന്ന് സംശയിച്ചിരുന്നു. ഇൻ്റലിജൻസുകാരൊക്കെ ചില റിപ്പോർട്ടുകൾ ആ വിധത്തിൽ കൊടുത്തിരുന്നു അത്രേ. ചിലപ്പോൾ ഒരു പക്ഷേ മുഷിവ് തോന്നണ്ട എന്നുള്ള നിലയ്ക്ക് അവർ മുഖ്യമന്ത്രിയോട് അങ്ങനെ എങ്ങാനും പറഞ്ഞിരുന്നു എന്നറിയില്ല. എന്തായാലും പുറത്തു പോകും, അപ്പം സമാധാനമായിട്ട് അവസാന ദിവസം വരെ ഇരുന്നോട്ടെ എന്നുള്ള ചിന്താഗതിയിൽ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തതാണോ എന്നറിയില്ല. കാരണം 2 IAS വന്ന് ഈ പിണറായി വിജയനെ പറയാത്തതൊന്നുമില്ല ഒരു 2-3 ദിവസം മുമ്പ്. അപ്പോൾ അവർക്കൊക്കെ നേരത്തെ തന്നെ ഇത് പൾസ് റീഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. രണ്ടാം പിണറായി സർക്കാരിനെ താഴിട്ട് പൂട്ടിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിന് കൊടുക്കേണ്ടതാണ് കേട്ടോ. അദ്ദേഹം ശരിക്കും 2021 പ്രതിപക്ഷ സ്ഥാനം കിട്ടിയപ്പോൾ മുതൽ ഇത് പ്ലാൻ ചെയ്തു തുടങ്ങിയിരുന്നു. എന്താണ് ഈ പിണറായി സഖാവിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നുള്ളത് കൃത്യമായി പഠനത്തിന് വിധേയമാക്കി എന്ന് വേണം ഇതിൽ നിന്നൊക്കെ നമ്മൾ അനുമാനിക്കാൻ. ഒന്നാം പിണറായി സർക്കാരിന് വീണ്ടും തുടർഭരണം, അതും ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ വീണ്ടും ഭരണത്തിൽ വരുന്നത്. അതെന്തുകൊണ്ട് നടന്നു എന്ന് സതീശൻ ശരിക്കും സിസ്റ്റമാറ്റിക്കായിരുന്നു പഠിച്ചു. എന്താണ് സ്ട്രെങ്ത്, എന്താണ് വീക്ക്നെസ് എന്ന് പഠിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആദ്യത്തെ ആ ഒരു ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് രണ്ടാമത്തെ ടീമിനില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അത് വെച്ചുകൊണ്ടുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സിലാക്കിയത് സ്വന്തം പാർട്ടിയുടെ വീക്ക്നെസ് എന്താണ്, സാധ്യതകൾ എന്താണെന്നുള്ളതാണ്. അവിടെ നിന്നാണ് മനസ്സിലായത് ഒരു കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയി, UDF നിന്ന് വിട്ടുപോയി എന്നും അവരെ തിരികെ എത്തിക്കണം എന്നുള്ളൊരു പ്ലാൻ പദ്ധതി തുടങ്ങി. പക്ഷെ അത് എത്ര എളുപ്പമായിരുന്നില്ല. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോലെയുള്ളവരൊക്കെ പോയത് തിരിച്ചു വരാൻ അത് ആ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരിക്കെ അത് സാധ്യമല്ലായിരുന്നു. അപ്പോൾ പതുക്കെ ആ ഒരു വിഭാഗത്തെ മറുതന്ത്രങ്ങൾ പണിത് അതിൻ്റെ അണികളെ ഇവിടെ കൂടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനുള്ള ചാണക്യ തന്ത്രങ്ങളൊക്കെ സതീശൻ പണി തുടങ്ങി. പിന്നെയുള്ളത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മറ്റ് വിഭാഗങ്ങളായിരുന്നു. അത് കൃത്യമായ പ്ലാനോടുകൂടി അവരൊക്കെ ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞ 2021 മുമ്പ് പോയിരുന്നെങ്കിൽ അവരെയെല്ലാം ഈ കൂടണയിപ്പിച്ചു. അങ്ങനെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ടെസ്റ്റ് ഡോസായി വിജയിപ്പിച്ചു. അത് 19 മണ്ഡലങ്ങളിലും വിജയിച്ചുകൊണ്ട് അവർ വെന്നിക്കൊടി നേടി. 18 സീറ്റ് നേടി, 1 BJPക്കായിരുന്നു. അത് ഒരു പോരായ്മയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അന്ന് തുടങ്ങിയത് പിന്നെ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കൂടെ ആ ലിറ്റ്മസ് ടെസ്റ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സതീശന് കാര്യം മനസ്സിലായി. പിന്നെ ഇനി ഇതിനെ ഇടതുപക്ഷത്തെ ഒന്നും കൂടെ ശിഥിലീകരിക്കുക അല്ലെങ്കിൽ വീക്കൻ ചെയ്യുക എന്നായിരുന്നു. അവിടെയാണ് ഇടതുപക്ഷത്തെ ചില അസംതൃപ്തരായ നേതാക്കളെ, പ്രത്യേകിച്ചും ആദ്യ മന്ത്രിസഭയിലും ആദ്യ സർക്കാരിൻ്റെയൊക്കെ ഭാഗമായിരുന്ന കുറേ മനുഷ്യരെ അല്ലെങ്കിൽ ആ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളെ എല്ലാം പതുക്കെ UDFിനോട് അടുപ്പിക്കാനായിട്ട് VD സതീശൻ പ്ലാൻ ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളണം എന്ന് അണികളോട് പ്രവർത്തകരോടൊക്കെ പറയുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിവിദഗ്ധമായി അതും ഇംപ്ലിമെൻ്റ് ചെയ്തതോടുകൂടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് 6ഓളം വിസ്മയങ്ങളാണ് VD സതീശൻ തീർത്തത്. അത് 2 ഒഴികെ ഏറെക്കുറെ എല്ലാം തന്നെ വിജയം കണ്ടു എന്നുള്ളത്. 3 ഒഴികെ കൊട്ടാരക്കര, ഒറ്റപ്പാലം, മലമ്പുഴ ഒഴികെ ബാക്കി 3 സ്ഥലത്തും പയ്യന്നൂർ, തളിപ്പറമ്പ്, അമ്പലപ്പുഴ അത് വിജയം കണ്ടു എന്നാണ്. ഒരു ഘട്ടമെത്തിയപ്പോൾ 6 വിസ്മയങ്ങൾ തീർത്ത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്വയം നിർത്തി. കാരണം ഇനിയും സീറ്റ് കൊടുക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരെ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് അവരൊരു ഘട്ടമെത്തിയപ്പോൾ മതിയാക്കാമെന്നവർ അവർ തന്നെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ര പിന്നീട് വിസ്മയങ്ങൾ തീർക്കാതിരുന്നത്. അല്ലെങ്കിൽ പിന്നീടും വിസ്മയങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് സതീശൻ പറഞ്ഞത്. അത് ഗംഭീരമായി വർക്കൗട്ട് ചെയ്തു. പിന്നീട് ഈ അതിസൂത്രശാലിയായ സതീശൻ കണ്ടെത്തിയത് ഇപ്പോൾ ഈ CPM എന്നുള്ള പാർട്ടി
ഈ പിണറായി എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിൽ പിന്നെ ആ രൂപത്തിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിണറായി എന്ന വ്യക്തിയുടെ ഇമേജിനെ തകർക്കാനുള്ള ശ്രമത്തിലായി പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. അതും വിജയം കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിന് ആക്കം കൂട്ടാനായിട്ട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ PV അൻവറും കൂടെ കിട്ടിയപ്പോൾ ഈ പിണറായിസം എന്നൊരു വാക്കും കൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു. മരുമോനിസം എന്നുള്ളൊരു വാക്കും വന്നു. അങ്ങനെ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെ ഒരു പുതിയ സോഷ്യൽ മീഡിയ അറ്റാക്കും കൂടെ വന്നതോടുകൂടെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ അത് വലിയൊരു ചർച്ചാ വിഷയമായി. തുടർന്നും ഒരു വ്യക്തി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ അത് ഏകാധിപത്യ പ്രവണതയിൽ പോകുമെന്നും, അപ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളോ ഇവിടുത്തെ വികസനങ്ങളോ ഒക്കെ ഈ ജനം മറന്നുപോയി. പിന്നെ ആകെ ഉണ്ടായത് ഈ ഒരൊറ്റ ലക്ഷ്യമാണ്. ഏകാധിപത്യം വന്ന വലിയ അപകടമാണ് എന്ന് മാത്രമല്ല, ഈ പിണറായി എന്ന് പറയുന്ന ആൾ BJP മുണ്ടുടുത്ത മോദിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടെ അഴിച്ചുവിട്ടപ്പോൾ ഈ പൊതുവേ ഒരു മതേതര സ്വഭാവം പുലർത്തുന്ന, പ്രത്യേകിച്ച് ഒരു 45% വരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരാദിയായി, ആകുലതയായി. അതിൻ്റെ ഇടയ്ക്കാണ് PM ശ്രീ വിവാദം കൂടെ ആയപ്പോൾ അത് ശരിക്കും പരിപൂർണമായി അതുപോലും തിരിച്ചറിയാൻ പറ്റാതെ LDF എന്ന് വിചാരിച്ചു. ഈ വികസനങ്ങൾ പറഞ്ഞാൽ, ക്ഷേമകാര്യങ്ങൾ പറഞ്ഞാൽ ജനം കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഈ എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ വലിയ തോതിലുണ്ടോ? ഇതിലും വലിയ അഴിമതി ആരോപണങ്ങളായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. സ്വർണ്ണക്കൊള്ളക്കൊടത്തൊക്കെ എന്തായിരുന്നു? ആ തോൽക്കുകയാണെങ്കിൽ അന്ന് തോക്കേണ്ടതായിരുന്നു. ഈ ശബരിമലയ്ക്കൊക്കെ തന്നെ അമ്പലത്തിൻ്റെ വിഷയമൊക്കെ രണ്ടാമത്തെ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. അത് കാര്യമായി ഏശിയിട്ടില്ല. അതേപോലെ അത്തരം വിഷയങ്ങളൊന്നും കാതലായി വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു പ്രൊപ്പഗണ്ട അതിരഹസ്യമായി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ, അറിഞ്ഞിട്ടും കൗണ്ടർ ചെയ്യാൻ പറ്റാതെ പോയി തരിച്ചിരുന്നു പോവുകയോ ചെയ്തു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഈ ശാരീരിക ഭാഷകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് നമ്മുടെ മണി സഖാവും പറഞ്ഞത്. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അധികാരമില്ലെങ്കിലും പോകില്ലേ എന്ന് പറയുകയും മുണ്ട് മടക്കി കുത്തുനിന്ന് ഞങ്ങൾ വീണ്ടും പാർട്ടി പ്രവർത്തനം നടത്തും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരു അപകടം ഉണ്ട്. BJP എന്ന ഒരു കക്ഷിക്ക് 3 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. അതൊരു അപകട സൂചനയാണ്, അപായ മണിയാണ്. ബംഗാളിൽ CPM തകർന്നപ്പോൾ TMC വന്നു. TMC വന്നപ്പോൾ വീണ്ടും CPM അല്ല വന്നത്. അവിടെ വാക്ക് നികത്തിയത് BJP ആണെന്ന് കാണണം. നാളെ തമിഴ്നാടും സംഭവിക്കാൻ പോണത് അതാണ്. പൊതുവേ BJPക്കെതിരെയുള്ള മനസ്സുള്ള തമിഴ്നാട്ടിൽ ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണണം. അത് അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴേ അറിയുള്ളൂ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കേരളത്തിലും അതായിരിക്കും സംഭവിക്കുക. കാരണം ഇടതുപക്ഷം ഇവിടെ തുടരുന്നിടത്തോളം കാലം BJPക്ക് ഇവിടെ കാലുകുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് UDFനെ അധികാരത്തിലെത്തിക്കുകയും അതിൻ്റെ കൂടെ സർവ്വ ന്യൂനപക്ഷങ്ങളും അണിനിരക്കുകയും ചെയ്താൽ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ ഇടയിലെ ഒരു വൈകാരികമായ ഒരു ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാക്കുകയും അത് തങ്ങൾക്ക് അനുകൂലമാക്കി 2031 മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വെട്ടിക്ക് 2 പക്ഷി. ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഗുണമാണ് ഉണ്ടായത്. എന്താണതുള്ളത്? CPMനെ തോൽപ്പിക്കാൻ പറ്റി. ഇന്ത്യയിലെ ഭരണമില്ലാത്ത കക്ഷിയാക്കി കളഞ്ഞു. അതോടുകൂടെ അവരുടെ കഥ കഴിഞ്ഞു. അവരിനി ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് നമുക്കറിയില്ല. ബംഗാളിൽ ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ല. 10-20 കൊല്ലം കഴിഞ്ഞു. അതുപോലെ എങ്ങാനും ഇവിടെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് പരിപൂർണമായും ഇന്ന് ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്തൊരു പാർട്ടിയായി ഏറെക്കുറെ മാറിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് ആ വിഭാഗത്തിലെ കുറേ വോട്ടർമാരെ അടുത്ത് 2031 ഈ UDFനെതിരായി നിർത്താൻ കഴിഞ്ഞാൽ BJPയുടെ അംഗസംഖ്യ കുത്തനെ ഉയരുകയും ഈ കേരളം പിടിച്ചടക്കാനും പറ്റുമെന്നുള്ള ഒരു അതിചാണക്യ സൂത്രം അവിടെ വർക്കൗട്ടാകുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. അത്തരം ഒരു അപകടത്തിലേക്കാണ് കേരള ജനത വോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ